ഹലോ, വെൽക്കം ടു ജീവോസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും കഴിക്കേണ്ടതുമായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ്. വേനൽക്കാലമായി കുട്ടികൾ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ? അവരെ ഫ്രൂട്ട്സ് കഴിപ്പിക്കാനും എന്നാൽ ഐസ്ക്രീം ഇഷ്ടമുള്ളവർക്ക് ഐസ്ക്രീമിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊടുക്കുവാനും പറ്റിയ ഒരു നല്ല ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. പൈനാപ്പിളുണ്ട്, പച്ചമുന്തിരിയുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്, അതുപോലെ നമ്മുടെ ചെറുപഴമുണ്ട്, നമ്മുടെ പൊമിഗ്രനേറ്റ് മാതള നാരങ്ങ ഉണ്ട്. അങ്ങനെ ഇത്രയും പഴങ്ങൾ ഞാൻ നല്ല ഒരേ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു കേട്ടോ. പഴമാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ തണ്ണിമത്തങ്ങ പോലെയുള്ള വാട്ടറി ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് പുറത്തോട്ട് വരുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കാതിരിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഫ്രൂട്ട് സലാഡിലോട്ട് വേണ്ട പഴങ്ങളെല്ലാം ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഒരു 2 to 3 hours അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഫ്രൂട്ട്സ് എല്ലാം പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലോട്ട് പോകാം. നല്ലൊരു പാനിൽ ഇളക്കാനൊക്കെ പറ്റിയൊരു പാനിലോട്ട് ഞാൻ ഒരു 600 ml പാലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 750 ml പാലാണ് മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 5 ടീസ്പൂൺ കസ്റ്റാർഡിൻ്റെ പൗഡർ എടുത്തിട്ട് നല്ലവണ്ണം നമുക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 150 ml പാലില്ലേ, അതിൽ നിന്നാണ് ഞാൻ ഈ കസ്റ്റാർഡിനുള്ള പാല് മിക്സ് ചെയ്യാനുള്ള പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ വെച്ച 600 ml പാല് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മധുരത്തിന് ആവശ്യമായ രീതിയിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. തിളച്ച പാലായത് കാരണം പെട്ടെന്ന് നമ്മുടെ കസ്റ്റാർഡ് കട്ടിയാവും കേട്ടോ. അപ്പം നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ആ കസ്റ്റാർഡ് നമ്മൾ ഇളക്കി എടുത്ത പാത്രമൊക്കെ ഒന്ന് ബാക്കിയിരിക്കുന്ന പാല് കൊണ്ട് ഞാനൊന്ന് വാഷ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഇത്ര ഇട്ടാൽ മതി. നിങ്ങൾക്ക് മധുരം ഇതൊരു നോർമൽ ടു മീഡിയം മധുരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒത്തിരി മധുരം വേണ്ടവർക്ക് ഇനിയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ചക്കയൊക്കെ വരട്ടുമ്പോൾ ഇങ്ങനെ കൊമളകൾ വരില്ലേ, അങ്ങനെ വരും. കയ്യിൽ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. അത് ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് ഞാൻ മാറ്റിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനി നമ്മൾ ഒന്ന് ചെറുതായിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ വെച്ച് ഫാനിൻ്റെ അവിടെ എല്ലാം വെച്ചിട്ട് ഒന്ന് ചൂടാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫ്രീസറിലോട്ട് കൊണ്ടുപോയി വെക്കണം. ഫ്രീസറിൽ ഒരു 2 to 3 hours ഇരിക്കട്ടെ കേട്ടോ. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തായിരുന്നു. ഇനി നമ്മൾക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ആ പീസസും കൂടി ഇട്ട് നമ്മൾക്കിത് മിക്സ് ചെയ്താൽ മാത്രമേ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് ആവത്തുള്ളൂ. അപ്പം നമുക്കിത് ഫ്രൂട്ട്സ് എല്ലാം കുറേശ്ശെ ലെയർഡായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇളക്കി കഴിഞ്ഞ് വീണ്ടും കസ്റ്റാർഡ് ലൂസായി പോകും. ഒരുപാട് ഇളക്കണ്ട, പക്ഷേ നമ്മളതിട്ട് നല്ല ഒരു പാകത്തിന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാവരും കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് കാരണമാണ് ഞാൻ വലിയ ബൗളിലോട്ട് മിക്സ് ചെയ്ത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഫ്രൂട്ടും കസ്റ്റർഡും കൂടെ ചെറിയൊരു ബൗളിലെടുത്ത് കഴിക്കാവുന്നതായിട്ട് ഒരുപാട് റെഡി ആയിട്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ കൊച്ചു വീഡിയോസുമായിട്ട് വരാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിർദ്ദേശങ്ങളും പരാതികളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നത് വരെ ബൈ.